തമ്പുരാനെ, അവസാനം ഭൂമിയിൽ നിന്ന് കണ്ണ് ചുമ്പുന്ന സമയത്ത് നിന്റെ ഹബീബായ മൻഹറുള്ള തമ്മായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മുഖം കണ്ടുകൊണ്ട് അവസാനമായി ഭൂമിയിൽ നിന്ന് കണ്ണടക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ലോകത്തിന് വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിലേക്ക് മനുഷ്യവർഗത്തെ, മാനവകുലത്തെ ക്ഷണിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങളിലൂടെയാണ്. അല്ലാഹുവിലേക്ക് മനുഷ്യരെ വഴി നടത്താൻ, അല്ലാഹുവിലേക്കുള്ള നേരായ മാർഗം കാണിച്ചു കൊടുത്തുകൊണ്ട് മർത്യകുലത്തെ അല്ലാഹുവിന്റെ പൊരുത്തത്തിന്റെ തണലിലേക്ക് നാളെ പരലോകത്ത് എത്തിച്ചു ചേർക്കാനുള്ള മാർഗം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു. ആ വിശുദ്ധ ഖുർആനിനെ മുന്നിൽ വെച്ചുകൊണ്ട് അതിന്റെ 6666 ആയത്തുകളെ മുന്നിൽ വെച്ചുകൊണ്ട് ലോകത്ത് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ വിപ്ലവം, ഏറ്റവും വലിയ പരിവർത്തനം, ചരിത്രത്തിലതിന് മുമ്പോ പിമ്പോ തുല്യതയില്ലാത്ത, സമാനതയില്ലാത്ത അതിമഹത്തായ വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി. നമുക്കറിയാം, കാട്ടുമൃഗങ്ങളെക്കാളും അധപ്പതിച്ച ഒരു സമൂഹത്തെ ലോകത്തെ ഏറ്റവും നല്ല ഉത്തമ സമൂഹമായി വാർത്തെടുത്ത അവരെ കാണിച്ചുകൊണ്ട് ലോകത്തോട് പറഞ്ഞു, എന്റെ അനുചരന്മാർ നക്ഷത്ര സമാനരാണ്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, എന്റെ അനുചരന്മാർ നക്ഷത്ര സമാനരാണ്. അത് നബി തങ്ങളുടെ ഒരു വാക്കല്ല, ലോകത്തുള്ള ബുദ്ധിജീവികൾ മുഴുവനും അത് സമ്മതിച്ചു, അംഗീകരിച്ചു. ആ പരിശുദ്ധ ഖുർആൻ കൊണ്ട് സഹാബത്തിനെ സഹാബത്തി എന്ന ഉന്നതമായ പദവിയിലേക്ക് ഉയർത്തിയത് പരിശുദ്ധ ഖുർആനായിരുന്നു. എന്തുകൊണ്ട്? അവരൊക്കെയും അല്ലാഹുവിലേക്കാണ് വഴി നടന്നത്. നെരുവമ്പായി മഹാത്മാ വരവട്ട് കിടക്കുന്ന മഹാത്മാവിന്റെ ഉറൂസിനോട് അനുബന്ധിച്ചാണ് നമ്മൾ ഈ പരിപാടികളെ സംഘടിപ്പിച്ചതെങ്കിൽ ആ മഹത്തുക്കളായ സച്ചരിതായ ആളുകൾ ഏത് വഴിയിലൂടെയാണ് നടന്നു നീങ്ങിയത്, അവർക്കതിലേക്കുള്ള പ്രചോദനം എന്തായിരുന്നു? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടി നാം ഇവിടെ അറിയേണ്ടതുണ്ട്. ആദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴി നടത്തുന്നത് അല്ലാഹുവിലേക്കാണ്. വബതഗൂ ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്ക് നിങ്ങൾ വസീലയെ തേടുക, അല്ലാഹുവിലേക്ക് നിങ്ങൾ വസീലയെ തേടുക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞാൻ കുറച്ചുനേരം മാത്രമേ സംസാരിക്കുന്നുള്ളൂ, ഒരൽപ്പനേരം ശ്രദ്ധയോടെ കേട്ടിരിക്കണം. അല്ലാഹുവിലേക്ക് നിങ്ങൾ വസീലയെ തേടുക, അല്ലാഹുവിലേക്ക് വസീലയെ തേടുക എന്നതിന്റെ താല്പര്യം എന്താണ്? നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി വസീലയെ തേടുക എന്നുള്ളതല്ല. നമ്മുടെ ആശകൾ നിറവേറ്റാൻ വേണ്ടി അല്ലാഹുവിലേക്ക് ഒരു മധ്യവർത്തിയെ തേടുക എന്നുള്ളതല്ല. നമ്മുടെ ദുരിതങ്ങളും ദുരന്തങ്ങളും ഭൗതികമായ നഷ്ടങ്ങളും പരാജയങ്ങളും ഇല്ലാതെയാകാൻ വേണ്ടി അല്ലാഹുവിലേക്ക് വസീലയെ തേടുക എന്നുള്ളതല്ല. മറിച്ച് എന്നെ ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കിയവനായ നിനക്ക് ഈ മനുഷ്യന്റെ രൂപം ലോകത്ത് കാണപ്പെടുന്നതിൽ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള രൂപം നിനക്ക് നൽകിയ തമ്പുരാനെ കാണാൻ, ആ തമ്പുരാനെ പ്രാപിക്കാൻ, മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താതെ, പറവകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താതെ, ലോകത്ത് ഏറ്റവും നീചമെന്ന് വിളിക്കപ്പെടുന്ന പട്ടികളുടെയും കഴുതയുടെയും പന്നിയുടെയും രൂപത്തിൽ അതിന്റെ വർഗത്തിൽ ഉൾപ്പെടുത്താതെ, മനുഷ്യൻ എന്ന ഏറ്റവും നല്ല ഉത്തമ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യന്റെ ഗണത്തിൽ നിന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിന്നെ ആദരിച്ച നിന്റെ തമ്പുരാനെ അറിയാൻ, ആ തമ്പുരാനെ പ്രാപിക്കാൻ, അല്ലാഹുവിനെ പ്രാപിക്കാൻ വേണ്ടിയാണ്, അല്ലാഹുവിനെ അറിയാൻ വേണ്ടിയാണ്, അവനെ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി ഒരു നേരം കുമ്പിടാൻ വേണ്ടിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ സജ്ജമാക്കിയത്, ഒരുക്കിയെടുത്തത്, മെരുക്കിയെടുത്തത്. അല്ലാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ മനുഷ്യഭൂതവർഗങ്ങളെ അല്ലാഹു പറയുന്നു, ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നെ അറിയാൻ വേണ്ടിയാ, അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ടവന് വണങ്ങാൻ വേണ്ടിയാണ്.
നമ്മുടെ നിസ്കാരമാകട്ടെ, നമ്മുടെ വ്രതങ്ങളാകട്ടെ, നമ്മുടെ മറ്റ് സുഹൃതങ്ങളാകട്ടെ, എല്ലാ കർമ്മങ്ങളും അല്ലാഹുവിന് വേണ്ടി നാം സമർപ്പിക്കുന്നത് ഉത്തരവാദിത്വത്തോടുകൂടെ പൂർണ്ണമായ സമർപ്പണത്തോടുകൂടെ ആയിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന സലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വാക്ക് ആദ്യം പറഞ്ഞതാരാണെന്നറിയുമോ? ഖലീലുല്ലാഹി ഇബ്രാഹിം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യമായി പറഞ്ഞ ഒരു വാക്കാണ് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാൻ എന്റെ മുഖത്തെ തിരിക്കുന്നു, ഞാൻ മുന്നിടുന്നു, ഞാൻ തിരിഞ്ഞു നിൽക്കുന്നു. ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച തമ്പുരാനിലേക്ക്. ഹനീഫൻ മുസ്ലിമൻ, പൂർണ്ണമായി വഴിപ്പെട്ടുകൊണ്ട് വക്രമായ മാർഗങ്ങളിൽ നിന്നെല്ലാം തിരിഞ്ഞ് അവക്രമായ നേർമാർഗത്തിൽ നിന്നുകൊണ്ട് വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ അല്ലാഹുവിനോട് ശിർക്ക് വെക്കുന്ന കൂട്ടരിൽ ഇല്ല. ശിർക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ പലരും മനസ്സിലാക്കിയിരിക്കുന്നത് പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ നമസ്കരിക്കലാണ്. അല്ല ശിർക്ക്. ശിർക്ക് ഖഫിയുണ്ട്, ശിർക്ക് ലാഹിറുണ്ട്. അതെല്ലാം വേർതിരിച്ചറിയണം. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, പാതാള ലോകത്ത് ഭൂമിയുടെ അടിഭാഗത്ത് കറുത്ത കരിമ്പാറകൾക്കുള്ളിലത് പൊട്ടിച്ചു നോക്കിയാൽ ചില പ്രാണികളെ കാണാം. കറുത്ത കരിങ്കല്ലുകൾ പൊട്ടിച്ചു നോക്കുമ്പോൾ ചെറിയ ചെറിയ ജീവികൾ കണ്ണിന് കാണാത്ത വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചെങ്കിൽ മാത്രമേ കാണുകയുള്ളൂ. ആ കരിമ്പാറകൾക്കുള്ളിൽ ജീവിക്കുന്ന കറുത്ത പ്രാണികൾ നടന്നു നീങ്ങുമ്പോൾ അതിന്റെ കാലത്ത് കേൾക്കുന്നവനാണ് തമ്പുരാൻ. ആ കരിമ്പാറക്കുള്ളിൽ വെച്ചുകൊണ്ട് നിന്റെ ഭക്ഷണം നൽകുന്നവനാണ് തമ്പുരാൻ. നിന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ കിടന്ന കാലത്ത് 9 മാസക്കാലം നിനക്ക് വേണ്ടി ആ ഭക്ഷണം തന്നവനാണ്, അന്നം നൽകിയവനാണ് തമ്പുരാൻ. വായിലൂടെ ഭക്ഷണം കഴിക്കാൻ നിനക്ക് സൗകര്യമില്ലാത്ത കാലഘട്ടത്തിൽ ഉമ്മാന്റെ ഉദരത്തിനുള്ളിൽ വെച്ചുകൊണ്ട് പൊക്കിൾക്കൊടിയിലൂടെ നിനക്ക് ഭക്ഷണം നൽകിയവനായ തമ്പുരാന്റെ സൂത്രം, അവന്റെ ഹിക്മത്ത് എത്രത്തോളം വലുതാണ് എന്ന് ആലോചിച്ച് നോക്കുക. ആ തമ്പുരാനെ മറന്നുകൊണ്ട് ജീവിക്കാൻ മനുഷ്യൻ പാടില്ല എന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനെ നയിക്കുന്നത് അല്ലാഹുവിനെ അറിയുന്നതിലേക്കാണ്. അല്ലാഹുവിനെ അറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി മാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ ലിയശഹദൂ മനാസിഅ ലഹും വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖകും മിൻ ബഹീമത്തിൽ അൻആം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന ഒരു സ്ഥാനമുണ്ട്. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹുവുമായിട്ട് ഒരു സാമീപ്യമുണ്ട്. അല്ലാഹുവിന്റെ ഹദറത്തിൽ, അല്ലാഹുവിന്റെ സന്നിധിയിൽ ഖലീൽ എന്ന് പറയപ്പെടുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമാകുന്ന തോഴനെ അല്ലാഹു ഇരുത്താൻ ഒരു സ്ഥാനം നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിക്കപ്പെട്ട സ്ഥാനത്തിലേക്ക് ഇബ്രാഹിമിയായ ഖൽബിന്റെ ഉടമയായ ഒരു മനുഷ്യനെത്തുന്ന സമയത്ത് ആ മനുഷ്യനോട് അല്ലാഹുവിന്റെ ആജ്ഞയാണ് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജ് കൊണ്ട് വിളംബരം ചെയ്യുക. മനുഷ്യർക്കിടയിൽ യഅതൂക റിജാൽ എന്നവർ നടന്നുകൊണ്ട് വരട്ടെ, വഅലാ കുല്ലി മാമിരിൻ വാഹനപ്പുറത്ത് വരട്ടെ. അല്ലാഹുവിനെ അറിയുന്നവരേക്ക് ഖലീലായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകൻ മാത്രം കിടക്കുന്ന ഒരു മണൽഭൂമിയിൽ വെച്ചുകൊണ്ട് വിളിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടപ്പോ, തന്റെ പ്രിയതമ മാത്രമുള്ള ഒരു മണൽഭൂമിയിൽ വെച്ചുകൊണ്ട് വിളിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടപ്പോ അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, ഞാൻ ആരെ വിളിക്കാനായി? ഇവിടെ ഒരു മനുഷ്യന്റെ കുഞ്ഞുപോലുമില്ല, എന്റെ കൊച്ചുമകൻ ഇസ്മായിൽ അല്ലാതെ, ഭാര്യ ഹാജറയല്ലാതെ ഇവിടെ ഒരു മനുഷ്യന്റെ കുഞ്ഞുമില്ല. അലൈക്കദ്ദഅവതു വഅലൈനൽ ഇജാബ, വിളിക്കൂ ഇബ്രാഹിം, വിളിക്കൂ. നിങ്ങൾ മക്കാ മണൽക്കാട്ടിൽ വെച്ചുകൊണ്ട് ഏകദേശം 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് വിജനമായ മരുഭൂമിയിൽ വെച്ചുകൊണ്ട്, ജലശൂന്യമായ മരുഭൂമിയിൽ വെച്ചുകൊണ്ട്, ഒറ്റക്ക് ഒരു പാറപ്പുറത്ത് നിന്നുകൊണ്ട് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം തനിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യവർഗമേ, ഇന്നറക്കും ജഅലലക്കും ബൈത, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഒരു ഭവനം നിർമ്മിച്ചിട്ടുണ്ട്. ഹജ്ജിന് വേണ്ടി വരിക, ഹജ്ജിന് വേണ്ടി വരിക, ഹജ്ജിന് വേണ്ടി വരിക എന്ന് വിളിച്ചപ്പോൾ ആരാ കേട്ടത്? ആരും കേട്ടില്ല. മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരുപാട് ആളുകൾ അത് കേട്ടു. ആരൊക്കെയാ കേട്ടത്? ഇക്കൊല്ലം ഹജ്ജ്, കഴിഞ്ഞ കൊല്ലം ഹജ്ജിന് പോയവരൊക്കെ അത് കേട്ടു. അടുത്ത കൊല്ലം ഹജ്ജിന് പോകാൻ വേണ്ടി വരാൻ ഒരുങ്ങിയിരിക്കുന്നവരത് കേട്ടുവല്ല. നമ്മുടെ മക്കളാൽ ഇത് വരാനിരിക്കുന്ന, പാരമ്പര്യത്തിൽ വരാനിരിക്കുന്ന, ഹജ്ജിന് വേണ്ടി മക്കായിലെത്തുന്ന സർവ്വരും കേട്ടു എന്ന് മുഹമ്മദ് മുസ്തഫ. ഇതുപോലെ അല്ലാഹു കേൾപ്പിച്ച ഒരു വിളിയുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ച വിളിയാണത്. അബൂബക്കർ സിദ്ദീഖ് വിളിച്ച വിളിയാണത്. ഉമർ ഫാറൂഖ് വിളിച്ച വിളിയാണത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ്, ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു അവരൊക്കെയും വിളിച്ച വിളിയാണത്. മഹാനായ ഗൗസുൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ വിളിച്ച വിളിയാണത്. എന്താ വിഷയം? ഒരു ആത്മീയമായ ഒരു ഗുരുവിന്റെ മുമ്പില്, ആ ഗുരുവിന്റെ ഒരു മഖാമില്, അതായത് ഒരു ശൈഖിന്റെ ഒരു മഖാമില് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശമാണ് അവർക്കുണ്ടാകുന്നത്. വിളിക്കുക, നിങ്ങൾ ജനങ്ങളെ വിളിക്കുക, അല്ലാഹുവിനെ അറിയാൻ വേണ്ടി ജനങ്ങളെ വിളിക്കുക. ഹജ്ജ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം അൽ ഹജ്ജു. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അൽ ഖസ്ദൂന, കരുതുക, ഉദ്ദേശിക്കുക, ലക്ഷ്യം വെക്കുക എന്നൊക്കെയാ. കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില പ്രത്യേക അമലുകൾ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പോകുന്നതിനാണ് ശർഇന്റെ മാഹിറായ ഭാഷയിൽ ഹജ്ജ് എന്ന് പറയുന്നത്. ആ ശരീഅത്തുൽ ഇസ്ലാമിന്റെ മറുഭാഗം, അതിന്റെ ഉൾഭാഗം, അതിന്റെ സ്വകാര്യത, അതിന്റെ സീക്രട്ട് അവിടെ പറയുന്നത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഖസ്ദു, കരുതലാണ്, കരുത്താണ്, ഉദ്ദേശം വെക്കലാണ്, ലക്ഷ്യം വെക്കലാണ്. എന്തിന്? ഇലാ മഅരിഫത്തില്ലാഹ്, അല്ലാഹുവിനെ അറിയുന്നതിന് കരുതലാണ്, അല്ലാഹുവിനെ അറിയാൻ വേണ്ടി മുന്നിടലാണ്. ആ അറിയാൻ വേണ്ടി മുന്നിടുന്നത് ആരിലേക്കാ? അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളിലേക്കാ മുന്നിടുന്നത്. അതാണ് അല്ലാഹുവിനെ അറിയാനുള്ള വാതില്. അല്ലാഹ് എന്ന് പറയുന്ന ഒരു സൃഷ്ടാവ് ലോകത്തിനുണ്ട്, മനുഷ്യവർഗത്തിനുണ്ട് എന്ന് പഠിപ്പിക്കുന്നത് ആ നാവ് കൊണ്ടാ. വേറെ ഏത് നാവ് കൊണ്ടാ പഠിപ്പിച്ചത്? അതിനു മുമ്പുള്ള അമ്പിയാക്കന്മാരൊക്കെ പഠിപ്പിച്ചില്ലേ? ആ അമ്പിയാക്കന്മാരൊക്കെ പഠിപ്പിക്കാൻ കാരണം ഇത് വരാനിരിക്കുന്നത് കൊണ്ടാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഐനു റൂഹു ജസദിൽ കൗനൈൻ വ ഐനു ഹയാത്തുദ് ദാറൈൻ. റൂഹു ജസദിൽ കൗനൈൻ, ഈ ദുനിയാവ് എന്ന് പറയപ്പെടുന്ന ദൃശ്യപ്രപഞ്ചത്തിന്റെയും ആഖിറം എന്ന് പറയുന്ന അദൃശ്യ ലോകത്തിന്റെയും രണ്ടിന്റെയും റൂഹ് മുഹമ്മദ് മുസ്തഫ തങ്ങളാ. അതുകൊണ്ട് ആ നബി കാരണമായി എന്ത് ചെയ്തു? അള്ളാഹു ഈ ലോകത്ത് വെളിവാക്കി. അള്ളാഹുവിന്റെ ഔസാഫുകൾ വെളിവാകലാണ്. അള്ളാഹുവിന്റെ ഇൽമിന്റെ ബഹൂരിയത്താണ് സൃഷ്ടികൾ എന്നാണ് സൂഫികൾ പറയുന്നത്. ഈ കിടക്കുന്നത് സൂഫിയ. സൂഫി എന്ന് പറഞ്ഞാൽ പോരാ, നെരുവമ്പായി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവന്റെ ചരിത്രങ്ങൾ നെരുവമ്പായിക്കാർക്ക് ആർക്കും അറിയുന്നില്ല. നമ്മുടെ മുൻഗാമികൾ പറഞ്ഞു തന്നിട്ടില്ല, അവരുടെ മുൻഗാമികൾ പറഞ്ഞു കൊടുത്തിട്ടില്ല, അവരെ മുൻഗാമികൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ടോ? ചില അള്ളാഹുവിന്റെ ഔലിയാക്കൾ സ്വകാര്യതയെ ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ചില ആരിഫ്യങ്ങൾ സ്വകാര്യതയെ ആഗ്രഹിക്കുന്നവരാണ്, പരസ്യപ്പെടലിനെ ആഗ്രഹിക്കാത്തവരാണ്. അങ്ങനെ ഒട്ടനവധി ഔലിയാക്കളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. സൂഫികളിൽ അത്യുന്നത സ്ഥാനം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട മരുവമ്പായി വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പാലോട്ട് പള്ളിയിൽ ഉപ്പാപ്പ എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ കൺമുമ്പിൽ ജീവിച്ചു വഫാത്തായി പോയവരാണ്. അതുപോലെ ഒട്ടനവധി ഔലിയാക്കൾ ജീവിച്ചു വഫാത്തായി പോയിട്ടുണ്ട്. അവരൊക്കെയും ഈ വെളിയാളം കേട്ടുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന റൂഹു ജസദിൽ കൗനൈനി, ഈ കൗനൈനിയാകുന്ന രണ്ട് ലോകത്തിന്റെയും ആത്മാവാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയവരാണ്. മഹിമ കിട്ടാൻ കൊതിക്കും കക്ഷി ഉരത്തയലിൽ ഫറുദായി, പരനെ കൊള്ളാ തിരിഞ്ഞു നോക്കും മറന്ന് തന്നെ വഹദായി. മഹിമ കിട്ടാൻ കൊതിക്കും കക്ഷി ഉരത്തയലിൽ ഫറുദായി, പരനെ കൊള്ളാ തിരിഞ്ഞു നോക്കും മറന്ന് തന്നെ വഹദായി.
ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾ എന്ന് വിളിക്കപ്പെടുന്ന കോടാനുകോടി മനുഷ്യർ ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ട്, ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറയപ്പെടുന്ന നബി തങ്ങളുടെ ഉമ്മത്തുകളില് 7 വിഭാഗം ആളുകളുണ്ട് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആരിഫ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഔലിയാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. 7 കൂട്ടക്കാരാണ് റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകള്. ഒന്നാമത്തത് മുസ്ലിമീങ്ങളാണ്, രണ്ടാമത്തത് മുഅ്മിനീങ്ങളാണ്, മൂന്നാമത്തത് മുസ്ലിമീങ്ങളാണ്, നാലാമത്തത് മുഹ്സിനീങ്ങളാണ്. രാജശഹീദുകൾ 5 സിദ്ദീഖീൻ 6 രമണീയരായ മുഖറബീനാലെ 7 ശുഹദാക്കൾ, 6 സിദ്ദീഖ്, 7 മുഖറബീങ്ങൾ. ഇങ്ങനെ 7 വിഭാഗം ആളുകളുണ്ട്. മഹിമ കിട്ടാൻ കൊതിക്കും കക്ഷി ഉരത്തയേളിൽ ഫറുദായി പരനെ കൊള്ളാ തിരിഞ്ഞു നോക്കും മറന്നു തന്നെ വഹദായി. മഹിമ കിട്ടാൻ കൊതിക്കും കക്ഷി, വിജയം വരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആള് ഉരത്ത 7 ഫറുദായി, ഈ പറയപ്പെട്ട 7 വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെട്ടുകൊണ്ട് പരനെ കൊള്ളാ തിരിഞ്ഞു നോക്കും, അള്ളാഹുവിനെ നോക്കിക്കൊണ്ട് നിൽക്കും, മറന്നു തന്നെ വഹദായി, തന്നെ മറന്നുകൊണ്ട്, തന്നെ മറന്നുപോകും, തനിക്കുള്ളത് മറന്നുപോകും. താനുമില്ല, തനിക്കുമില്ല, തന്റേതുമില്ല, ഒന്നുമില്ല എന്ന ആ തീരുമാനത്തില് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മദ്ഹറുൽ ഹത്തമായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജമാലിയത്തിലേക്ക് നോക്കിക്കൊണ്ട്, നാട്ടിലേക്ക് നോക്കിക്കൊണ്ടവർ തിരിഞ്ഞു നിൽക്കുന്നവരാണ്. അത് അള്ളാഹുവിന്റെ വെളിപ്പെടുന്ന സ്ഥാനമാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, പണ്ടേ ഒരു കാസറ്റിൽ കേട്ട ഓർമ്മയുണ്ട്, അല്ലാഹ് തീരുദാത്ത് ആയതിൻ സിഫാത്ത് ആയ നബി മൂത്ത് ഹമീദുൽ സല്ലല്ലാഹ്. അല്ലാഹ് തീരുദാത്ത് ആയതിൻ സിഫാത്ത് ആയ നബി മൂത്ത് ഹമീദുൽ സല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന ദാത്ത് അത് ഏത് രൂപത്തിലാണ് എന്ന് ആർക്കും പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ കോലം എന്ത് എന്ന് അല്ലാഹുവിന് കോലമില്ല. അല്ലാഹുവിന്റെ വർണ്ണമെന്ത് എന്ന് പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന് വർണ്ണമില്ല. അല്ലാഹുവിന്റെ വർണ്ണമെന്ത് എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന് വർണ്ണമില്ല. അല്ലാഹുവിന്റെ രൂപമേത് എന്ന് പഠിപ്പിച്ചിട്ടില്ല. രൂപമില്ല. അല്ലാഹു എവിടെ ഇരിക്കുന്നു എന്ന് പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹു എവിടെയും ഇരിക്കുന്നില്ല. والعرش مطلقة بمخلوقاته والاستواء تمكن رباني. ആകാശങ്ങളെയും ഭൂമിയെയും 6 ദിവസം കൊണ്ടാണ് അല്ലാഹു പടച്ചുണ്ടാക്കിയത് എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഖലഖസ് സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു പടച്ചു ഫീ സിത്തത്തി അയ്യാമിൻ 6 ദിവസങ്ങളിൽ. സുമ്മസ്തവ, പിന്നീടവൻ ആസനസ്ഥനായി അലൽ അർശ്, അർശിൽ. അർശ് എന്ന വാക്കിന് മലയാള അർത്ഥം കട്ടിൽ എന്നാണ്. രാജകട്ടിൽ എന്ന് പറയാം. ഈ രാജാവിന്റെ കട്ടിലിൽ അള്ളാഹു ആസനസ്ഥനായി എന്ന് പറയുമ്പോ ആകാശഭൂമികളെ സംവിധാനിച്ചതിനു ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശിൽ അധികാരസ്ഥനായി, അധികാരത്തോടുകൂടെ ഇരുന്നു. അവിടെ കട്ടിൽ യഥാർത്ഥത്തിൽ കട്ടിലുമില്ല, അള്ളാഹുവിന് ഇരുത്തവുമില്ല. എന്നാൽ എന്താണ് ഈ അർശ്? എന്താണ് ഇസ്തിവ? അറിയേണ്ടതൊക്കെ ഈ പറയുന്ന സബ്ജക്ട് മനസ്സിലാകുന്നുണ്ടോ? എന്തായിരിക്കും അല്ലേ? രസമില്ലെങ്കിൽ വിഷയം മാറ്റാം. രസമില്ലെങ്കിൽ വിഷയം മാറ്റാം. അർശ് എന്തെന്നറിയണം. അറിയണ്ടേ? അള്ളാഹു ആസനസ്ഥനായി എന്ന് പറയുമ്പോൾ അള്ളാഹു ആസനസ്ഥനാകാൻ പറ്റുമോ? പറ്റിയവനാണോ? നമ്മൾ കസാലയിൽ ഇരുന്നു, കട്ടിലിമ ഇരുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് ജസദുണ്ട്, റൂഹുണ്ട്, നമുക്കൊരു സ്ഥലം ആവശ്യ. അള്ളാഹ്ക്ക് എങ്ങനെയുണ്ടോ? അള്ളാഹ്ക്ക് ജസദുണ്ടോ? ബോഡിയുണ്ടോ? അള്ളാഹുവിന് റൂഹുണ്ടോ? റൂഹില്ല അള്ളാഹ്ക്ക്. അള്ളാഹു ഹയ്യാണ്.
അള്ളാഹു ഹയാത്തുള്ളവനാണ്, അവന് റൂഹില്ല, ജസദില്ല. അപ്പൊ സൃഷ്ടികൾ ഇരിക്കുന്ന പോലെ അള്ളാഹ് ഇരിക്കാൻ പാടില്ല. അപ്പൊ പിന്നെ എന്താണ് അർശ് എന്ന സിംഹാസനം? എന്താണ് അള്ളാഹു അതിൽ ആസനസ്ഥനാവുക എന്ന് പറഞ്ഞത്? വൽ അർശു മുത്ലഖത്തുൻ ബിമഖ്ലൂഖാതിഹി വൽ ഇസ്തിവാഉ തമക്കുനുൻ റബ്ബാനി. അർശ് എന്ന് അള്ളാഹു ഇവിടെ പ്രയോഗിച്ചത് അവന്റെ ചരാചരങ്ങളെ കൊണ്ടാണ്, പടപ്പുകളെ കൊണ്ടാണ്. അള്ളാഹുവിന്റെ പടപ്പുകളാണ് അവന്റെ അർശ് എന്ന് പറയുന്നത്. അപ്പൊ ആ പടപ്പുകളിൽ അള്ളാഹു ആസനസ്ഥനായി എന്ന് പറഞ്ഞത് എന്താണ്? അള്ളാഹു അതിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞത് എന്താണ്? അത് അള്ളാഹുവിനോട് അനുയോജ്യമായ രൂപത്തിലുള്ള ഒരു തമക്കുനാണ്, ഒരു സമമാകലാണ്, ഒരു ആസനസ്ഥനാവലാണ് എന്ന് ബഹുമാനപ്പെട്ട ആരിഫ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയുമോ? വാക്കുകൊണ്ട് പറഞ്ഞ്, കാതുകൊണ്ട് കേട്ട്, ഹൃദയത്തിൽ അത് ഉൾക്കൊള്ളിച്ച് അതിൽ നിന്ന് ഗ്രാഹ്യമാകുന്നതല്ല, ഉരുത്തിരിഞ്ഞുണ്ടാകുന്നതല്ല. മറിച്ചോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്ത ചില വാക്കുകളുണ്ട്. ഇമാം അലി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, സലൂനി അനിൽ ലാ യഅലമു ജിബ്രീൽ വലാ മീകായിൽ. മഹാനായ അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്ക്, മുർസലീങ്ങൾക്ക് അള്ളാഹുവിന്റെ സന്ദേശം ഭൂമിലോകത്ത് ഓതിക്കൊടുക്കുന്ന ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ വരെയുള്ള എല്ലാ അമ്പിയാക്കന്മാർക്കും ഓതിക്കൊടുത്ത മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന് അറിയാത്ത ജ്ഞാനം എനിക്കറിയാം, ആവശ്യമുണ്ടെന്ന് ചോദിക്കുകയെന്ന് മഹാനായ അലിയാർ നിങ്ങൾ പറയുന്ന വല മീകായിൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മലക്കിന് അറിയാത്ത ജ്ഞാനം എന്റെ അരികിൽ എന്ത് ആവശ്യമുണ്ടെന്ന് ചോദിച്ചോ മഹാനായ അലി റളിയല്ലാഹു അൻഹു. സാധാരണ ബുദ്ധി ചിന്തിക്കും, ജിബ്രീലിനറിയാത്ത അറിവ് എങ്ങനെയാ അലിങ്ങൾക്ക് കിട്ടിയത്? ജിബ്രീൽ അലൈഹിസ്സലാം അല്ലേ അള്ളാഹുവിൽ നിന്ന് സന്ദേശം കൊണ്ട് അമ്പിയാക്കന്മാർക്ക് കൊടുക്കുന്നത്. പക്ഷെ സഹോദര ചിന്തിച്ചോ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹു പറഞ്ഞില്ലേ, വരണ്ട, ഇങ്ങോട്ട് കിടക്കണ്ട, മാറി നിന്നേക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ മാറ്റി നിർത്തിയിട്ട് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക് വിളിച്ചു. ചരിത്രം ഒരുപാട് തവണ കേട്ട് കഴിഞ്ഞതാണ്. ബഹറുൻ നൂർ എന്ന് പറയുന്ന പ്രകാശ സാഗരത്തിന്റെ തീരത്തേക്കെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, ഈ പ്രകാശ സാഗരം കടന്നുകൊണ്ട് വേണം അല്ലാഹുവിന്റെ അഗരത്തിലേക്ക് എത്താൻ. പക്ഷേ എനിക്ക് ഈ പ്രകാശ സാഗരം കടക്കാനുള്ള ഖുവ്വത്ത് എനിക്കില്ല, അതിനുള്ള കഴിവ് എനിക്കില്ല, അതിനും പുറമെ അതിനുള്ള പെർമിഷനുമില്ല. അതുകൊണ്ട് തങ്ങൾ പോയിക്കോ. ആരാണ് ജിബ്രീൽ? പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട ജിബ്രീൽ മലക്കാണ്. ആ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലക്കിന് ഈ പ്രകാശത്തിലൂടെ നടന്നു പോകാൻ പറ്റൂല. മണ്ണ് കൊണ്ട് പടക്കപ്പെട്ട മനുഷ്യൻ മണ്ണിന്റെ എല്ലായിടത്തും സഞ്ചരിക്കൂലേ? ഭൂമിയില് എല്ലായിടത്തും സഞ്ചരിക്കൂലേ? മണ്ണില് സഞ്ചരിക്കും. പക്ഷേ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലക്കിന് പ്രകാശത്തിന്റെ കടൽ കിടക്കാൻ കഴിയാതെ വന്നപ്പോൾ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു വിളിച്ചു, തന്റെ അഗരത്തിൽ എത്തിച്ചു. എന്നിട്ടോ സുമ്മദനാ ഫതദല്ലാ ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. നബി തങ്ങൾ അടുത്തു, ഫതദല്ലാ വീണ്ടും അടുത്തു, ഫകാന ഖാബ ഖൗസൈനി രണ്ട് വില്ലുകൾ ചേർത്ത് വെച്ചാൽ എപ്രകാരമാണോ അപ്രകാരം അടുത്തു. അല്ല, അദ്നാ അതിനേക്കാൾ അടുത്തു. എന്താ ഇതിനർത്ഥം? അള്ളാഹുവുമായി ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തത് രണ്ട് വില്ലുകൾ ചേർത്ത് വെക്കുന്നത് പോലെയല്ല, അതിനേക്കാളും അടുത്തു എന്ന് പറയുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, മൻ റആനി ഫഖദ് റഅൽ ഹഖ. ആരെങ്കിലും എന്നെ കണ്ടാൽ അവൻ കണ്ടത് ഹഖനെയാണ്, മുഹമ്മദ് മുസ്തഫ. ഇതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരും കണ്ടിട്ടില്ല എന്ന് ചില ഉലമാക്കൾ പറഞ്ഞത്. മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞത് റസൂലുള്ളാഹിനെ ആരും കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അലിയാരിൽ നിന്നും ഉവൈസുൽ ഖർനിയെ കാണാൻ വേണ്ടി പോയില്ലേ? ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന വലിയനെ കാണാൻ വേണ്ടി രണ്ടാം ഖലീഫയായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും ഇമാം അലിയാർ തങ്ങളും പോയി. ഉവൈസുൽ ഖർനിയുമായിട്ട് സന്ധിച്ചപ്പോ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടോ? ആ, കണ്ടിട്ടുണ്ട്. ഇത് റസൂലുള്ളാഹിന്റെ രണ്ടാമത്തെ ഖലീഫയാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ മോളെ കെട്ടിയ ആളാണ്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കള്ളം പറയല്ല എന്നാ പറഞ്ഞത്.
കളവ് പറയരുത്. കണ്ടിട്ടില്ല മുഹമ്മദ് മുസ്തഫ, അതിനെ കാണാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? പ്രോജ്വല പ്രഭയാണത്, മഹത്വമേറിയ പ്രകാശമാണത്. ആ പ്രകാശത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഇതിനെ കാണാനുള്ള കണ്ണ് മനുഷ്യർക്ക് അല്ലാഹു നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാമാകുന്ന സൗന്ദര്യത്തിന്റെ പ്രതിഭ എന്ന് വാഴ്ത്തപ്പെടുന്ന യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ടപ്പോ പെണ്ണുങ്ങൾ കൈമുറിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഫഖത്തൈന ഐദിയഹുന്ന, വിരല് മുറിച്ചു എന്നല്ല. ചില പെണ്ണുങ്ങള് കക്കരിക്ക മുറിച്ചതാ, കത്തിയെടുത്തിട്ട് കക്കരിക്ക മുറിച്ച് യൂസുഫ് അലൈഹിസ്സലാം നടന്നു പോകുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിൽ നോക്കി ആകൃഷ്ടരായിപ്പോയ, അതിൽ ഫനായിപ്പോയ, അതിനെ ലയിച്ചു പോയ പെൺകുട്ടികളും മിസ്റിലെ സൗന്ദര്യ തിടമ്പുകള് യൂസുഫിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിപ്പോയി, അലിഞ്ഞു ചേർന്നുപോയി. കക്കരിക്ക മുറിച്ചതാ കത്തിയെടുത്തിട്ട്. യൂസുഫ് അപ്പുറത്തെ റൂമിൽ കയറി കഴിഞ്ഞപ്പോ കക്കരിക്ക നിന്നിട്ട് പോകാന്ന് കരുതി കക്കരിക്ക എടുത്ത് നോക്കുമ്പോ കിട്ടുന്ന കയ്യിന്റെ വിരല, കിട്ടുന്നത് കൈപ്പത്തിയാ, കിട്ടുന്നത് കയ്യിന്റെ മുട്ടിന്റെ താഴ്ഭാഗമാണ്. യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ടുകൊണ്ട് പെണ്ണുങ്ങൾ കൈമുറിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് ആയിഷ ബീവിയാകട്ടെ, ഖദീജ ബീവിയാകട്ടെ, മറ്റേതെങ്കിലും പെണ്ണുങ്ങളാകട്ടെ ആണുങ്ങളാകട്ടെ ആരും കൈമുറിച്ചതായി രേഖയില്ല, എവിടെയും ഇല്ല. അപ്പൊ എന്തായാലും അർത്ഥം ആ സൗന്ദര്യം പൂർണ്ണമായി കാണിക്കപ്പെട്ടിട്ടില്ല. ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മൽഹറുൽ അത്തം, അല്ലാഹുവിന്റെ സമ്പൂർണ്ണമായ സുബത്തിന്റെ വിശേഷണങ്ങളുടെ ഗുണമാകുന്ന ഉടമയാകുന്ന ആദരവായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി, തന്നെ തന്നെ മറന്നുകൊണ്ട് അതിലേക്ക് തിരിഞ്ഞു നോക്കി അല്ലാ 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 ആ ദിക്റിലിങ്ങനെ ഫനാൾ ഉണ്ടാകുമ്പോഴാണ് ഔലിയാക്കളാകുന്ന ഔലിയാക്കൾ, സൂഫികളാകുന്ന ആളുകൾ അവരുടെ മാനസികമായ ആത്മീയമായ ഉയർച്ച ഉയർന്ന് അവർ പോകും. അവരെന്താകൂല, ദുന്യാവ് കാണൂല, അവർ ആഖിറം കാണൂല, അവർ സ്വർഗം കാണൂല, അവർ നരകം കാണൂല. ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഉണ്ടായിരുന്നു, ബീബി റാബിയ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. റാബിയ റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം ഒരു കയ്യില് തീപ്പന്തവും പിടിച്ചുകൊണ്ട്, മറുകയിൽ ഒരു ബക്കറ്റിൽ വെള്ളവും പിടിച്ചുകൊണ്ട് റോട്ടിലൂടെ ബജാറിലൂടെ ഓടുകയാ. സാധാരണ ഓടുന്നതാ പലതും പറഞ്ഞുകൊണ്ട് പലരും മനസ്സിലാക്കിയതൊരു ഭ്രാന്തനാണ്, ഭ്രാന്തത്തിയാണ്, അതൊരു ഭ്രാന്തിയാണ് എന്ന് പലരും മനസ്സിലാക്കി വെച്ചിരുന്നു. പക്ഷേ റാബിയ റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാകട്ടെ, അവരെ സംബന്ധിച്ചുള്ള സൂഫികളുടെ അഭിപ്രായമാകട്ടെ, ആരിഫിങ്ങളുടെ അഭിപ്രായമാകട്ടെ, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ എത്തുന്നത് സ്ഥാനം അലങ്കരിക്കുന്ന മഹത്തുക്കളായ സ്വഹാബത്തിന്റെ കൂട്ടത്തിലാണ്, ഔസുൽ കൂട്ടത്തിലാണ്, അഹ്യാസുകളുടെ കൂട്ടത്തിലാണ്, അബുദാനുകളുടെ കൂട്ടത്തിലാണ് അവരെ പേരുള്ളത്, അവരെ ലിസ്റ്റുള്ളത്. റാബിയത്തുള്ളതില്ല. ഈ ഒരു കയ്യിൽ ബക്കറ്റിൽ വെള്ളവും ഒരു കയ്യിൽ തീപ്പന്തവും പിടിച്ചുകൊണ്ട് ഓടുന്നത് കണ്ടപ്പോ ചിലർക്ക് വിളിച്ചാലോ എങ്ങോട്ടാ ഓടുന്നത്? ഞാനേ അള്ളാന്റെ സ്വർഗം ഉണ്ടല്ലോ, ആ സ്വർഗത്തിന് തീ കൊളുത്താൻ പോവുകയാണ്. സ്വർഗത്തിന് തീ കൊളുത്താൻ ഈ പന്തം. അപ്പൊ ഈ വെള്ളം എന്തിനാ? ഇത് നരകത്തിന്റെ തീ നിറക്കാൻ, നരകത്തിന്റെ തീ കെടുത്തിക്കളയാൻ വേണ്ടിയാ. അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ നരകത്തെ ഭയപ്പെടുന്നില്ല, സ്വർഗത്തെ ആശിക്കുന്നില്ല, ദുനിയാവിനെ ആഗ്രഹിക്കുന്നില്ല, ദുരിതങ്ങളെ ഭയപ്പെടുന്നില്ല, സന്തോഷം പ്രതീക്ഷിക്കുന്നില്ല. എല്ലാം ഒരു വിട്ടേച്ച് മറന്നു തന്നെ വഹദായി തന്നെ മറന്നുകൊണ്ട് അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നോക്കും. ഇതാണ് ഔലിയാക്കളുടെ. ഔലിയാക്കളിൽ പലരും ഈ ഒരു അവസ്ഥയിലൂടെ ആത്മീയമായി എന്ന് പറഞ്ഞാൽ വീടും മക്കളും ദുനിയാവും കച്ചവടവും ഇല്ല എന്നല്ല, എല്ലാം ഉണ്ടാകും. പക്ഷെ ഇതിലേക്ക് കൽബുമായിട്ട് ബന്ധം ഉണ്ടാവില്ല, ഹൃദയ ബന്ധം ഉണ്ടാവില്ല, അശേഷം ഉണ്ടാവില്ല. ഹൃദയബന്ധം, ആത്മീയ ബന്ധം അതുമായിട്ടുണ്ടാവൂല. ഈ ബന്ധം എന്ത് ചെയ്തോടെ കൊടുത്തുപോയി. ഇന്നല്ലാഹു അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. മുഅ്മിനീങ്ങളിൽ നിന്ന് അവരെ ശരീരവും അവരെ സമ്പാദ്യവും അല്ലാഹു വാങ്ങി അവർക്ക് സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. എന്തിനായത്? അല്ലാഹുവിനെ അറിയാൻ വേണ്ടിയാണ്, ഹക്കിനെ അറിയാൻ വേണ്ടിയാണ്. ഹക്കിനെ അറിഞ്ഞാൽ ജാഅൽ ഹഖു വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖാ. ഹക്ക് വന്നു കഴിഞ്ഞാൽ ബാത്തില് പോയി പോകുന്നതാണ്. ലൈറ്റ് വന്നു കഴിഞ്ഞപ്പോ ഇരുട്ട് പോയി പോകുന്നതാണ്. അത് പറയേണ്ട ആവശ്യമില്ല. ഒരു കുട്ടി ആണായി
ജനിച്ചു പോയാൽ അത് പിന്നെ പെണ്ണായി ജനിക്കില്ല. അത് വൈരുദ്ധ്യങ്ങളാണ്. പകല് വന്നു കഴിഞ്ഞാൽ രാത്രി പോയി ഹക്ക് എന്ന് പറയുന്ന സാധനം വന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാത്തിൽ മുഴുവനും നഷ്ടപ്പെട്ടു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ബുദ്ധി സമ്മതിക്കുന്നുണ്ട്. ഹക്കിനെ അറിയാൻ വേണ്ടിയാണ് അവരുടെ ജിജ്ഞാസയെങ്കിൽ, അവരുടെ കഠിനമായ പ്രയത്നമെങ്കിൽ ഇസ്ലാമിന്റെ സഹോദരന്മാരെ നാം എന്തു ചെയ്യണം? ഔലിയാക്കളുടെ ഉറൂസിന്റെ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോ അവര് നടന്ന സരണി എന്ന് കണ്ടെത്തിക്കൊണ്ട് അതിലൂടെ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെയുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണ് നമുക്ക് ദുനിയാവിൽ തണലേകുന്നത്, പരലോകത്തിലും നമുക്ക് തണലേകുന്നത്. അവരുടെ ശുപാർശയിൽ നിന്നുകൊണ്ട്, അവരുടെ സഹായത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും, രക്ഷ നേടാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഹത്തുക്കളായ ഔലിയാക്കളെ നിഷേധിക്കുന്നത് കൊണ്ട് പക്ഷേ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിനെ അവർ അറിഞ്ഞു കഴിയുമ്പോ, ഹക്കിനെ അവർ അറിഞ്ഞു കഴിയുമ്പോ, ഹക്ക് എവിടെയാണ് ഉള്ളത് എന്നവർ കാണുന്ന, ഹക്ക് എവിടെയാണ് ഉള്ളത് എന്ന് കാണുമ്പോ ബാത്തിൽ എവിടെയാണ് ഉള്ളത് എന്നവർ കാണുന്ന, ബാത്തിലിനെ അവഗണിച്ച് തള്ളിക്കളയുന്ന ഹക്കിനെ സ്വീകരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അത്തരം മാർഗത്തിൽ ജീവിക്കുന്ന ആളുകൾ എല്ലാ കാലങ്ങളിലും ഭ്രാന്തന്മാരെന്നാണ് സാധാരണ വിളിക്കപ്പെടുക. ആദ്യം വിളിക്കപ്പെട്ടത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന റസൂലക്കുമല്ലദീ ഉർസില ഇലൈക്കും ഇന്നഹു ലമജ്നൂൻ. നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഈ പ്രവാചകൻ ഭ്രാന്തനാണെന്ന് അന്ന് പറഞ്ഞു തുടങ്ങിയതാ. പരക്കെ പറഞ്ഞു മുഹമ്മദ് ഭ്രാന്തനാണ്, മുഹമ്മദ് ഭ്രാന്തനാണ്, മുഹമ്മദ് ഭ്രാന്തനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന ദൗത്യത്തിന്റെ തുടക്കകാലങ്ങളിൽ അവിടുന്ന് ഭ്രാന്തൻ എന്ന പേര് വിളിക്കപ്പെട്ടു. അതുപോലെ അല്ലാഹുവിന്റെ ആരിഫ്യങ്ങളായ ആളുകൾ മുഴുവനും ഭ്രാന്തന്മാരെന്ന് വിളിക്കപ്പെടുന്നുണ്ട്. പക്ഷേ പിന്നീട് അവർ ഔലിയാക്കളായി മാറുന്നുണ്ട്, പിന്നീട് അവർ അവയാസികളായി മാറുന്നുണ്ട്, ജനങ്ങൾക്കിടയിൽ ഖബൂലിയത്ത് നൽകപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാർ ഓർക്കണം, ഇവിടെ അടുത്ത കാലത്ത് നമ്മുടെ എറണാകുളം പെരുമ്പാവൂർ ഭാഗത്ത് ജീവിച്ച ഒരാളുണ്ടായിരുന്നു. ഇൻസാൻ നാട്ടേ പാര്, നാട്ടിൻതടിയെ തടിയെ പാര്, റൂട്ടറിവാനായി പോയോരല്ലിൻസാൻ കാമിലായി. അദ്ദേഹം പാടിയ പാട്ടാ. ഇൻസാൻ നാട്ടേ പാര്, നാട്ടിൻതടിയെ തടിയെ പാര്, റൂട്ടറിവാനായി പോയോരല്ലിൻസാൻ കാമിലായി. ഇൻസാന്റെ നാട്, ഇൻസാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, മനുഷ്യന്റെ നാട്, നാട് ഏതാണെന്ന് നോക്ക്. നാട് ഏതാ? മുഹമ്മദ് മുസ്തഫ. അതാണ് നാട്, അതാണ് അവ്വലുൽ മൗജൂദാത്ത്, ആദ്യത്തെ മൗജൂദത. അവ്വലു മാ ഖലഖല്ലാഹു നൂറു നബിയിക യാ ജാബിർ. ജാബിറെ, ആദ്യം അല്ലാഹു പടച്ചത് നിന്റെ നബിയുടെ നൂറിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് ഇൻസാന്റെ നാട്. ആ നാട് നീ പോയി നോക്ക്, ഒന്ന് വാ, പോയി നോക്കാം, നമ്മുടെ നാടേതാണെന്ന് നോക്കാം. നാട്ടിൻതടിയെ തടിയെ പാര്, ആ നാട്ടിന്റെ തടി അതൊന്ന് പോയി നോക്ക്. റൂട്ടറിവാനായി പോയോരല്ലിൻസാൻ കാമിലായി. ഈ റൂട്ട് അറിയാൻ വേണ്ടി പോയ ആളുകളൊക്കെ എന്ത് ചെയ്തു പോയി? ഇൻസാൻ കാമിലായി, പൂർണ്ണ ഇൻസാനായി, ഔലിയാക്കളായി, ആരിഫീങ്ങളായി, വാഴ്ത്തപ്പെടുന്നവരായി, പുകഴ്ത്തപ്പെടുന്നവരായി, വലിയ ദർജയിലുള്ളവരായി. മനുഷ്യർക്കുള്ള ആധാരങ്ങൾ മലക്കൂത്തിൻ പാലങ്ങൾ, തനിക്കവിടെത്തിയിടുമ്പോൾ 105 ചൂരങ്ങൾ, സീനും ദീനത്തൂരിൽ പാര്, ദീനിന്താലാത്താകെ പാര്, റൂട്ടറിവാനായി പോയോരല്ലിൻസാൻ കാമിലായി. മനുഷ്യർക്കുള്ള ആധാരങ്ങൾ, നമ്മുടെ ആധാരം, നമ്മുടെ വീട്ടിന്റെ ആധാരം നമ്മുടെ പെട്ടിയിൽ സൂക്ഷിച്ചിരിപ്പുണ്ട്. നമ്മുടെ പറമ്പിന്റെ രേഖ നമ്മുടെ വീടുകളിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആധാരമോ? നമ്മുടെ ആധാരത്തെക്കുറിച്ച് ഒരു അറിവും നമുക്കില്ല. നമ്മുടെ ആധാരത്തെക്കുറിച്ച്, നമ്മുടെ രേഖയെക്കുറിച്ച് നമുക്കൊന്നും അറിയുന്നില്ല. മനുഷ്യർക്കുള്ള ആധാരങ്ങൾ മലക്കൂത്തിൻ പാലങ്ങൾ, ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്റായിൽ, അതുപോലെ പറയപ്പെടുന്ന കോടാനുകോടി മലക്കുകളുടെ ലോകമുണ്ടല്ലോ. ആ ലോകം നടന്നിട്ട് വേണം എവിടെ എത്താൻ, നമ്മുടെ ആധാരം വെച്ചിരിക്കുന്ന, സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമെത്താൻ. മനുഷ്യർക്കുള്ള ആധാരങ്ങൾ മലക്കൂത്തിൻ പാലങ്ങൾ, തനിച്ചവീടെത്തിയിടുമ്പോൾ 105 ചൂരങ്ങൾ. ഈ മലക്കൂത്തിയായ ലോകം വിട്ട് കടന്നുകൊണ്ട് അങ്ങോട്ട് തനിച്ച് ഒറ്റക്ക് പോയാൽ ഒരുപാട് ചുരമുണ്ട്.
ചുരം കണ്ടിട്ടില്ല, വയനാട് ചുരം അല്ലെ? വയനാട് മാനന്തവാടി ചുരം ഒരുപാട് ചുരങ്ങളുണ്ട്. ദുരിതം നിറഞ്ഞ ദുരന്തപൂർണമായ യാത്രയാണത്.